ഗൈസ് സീസൺ അവസാനിച്ച് നിൽക്കുകയാണ്. അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും പല ടീമുകളും പല താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോക്സ് കാര്യങ്ങളൊക്കെ ആരംഭിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം ഇപ്പം ബ്രേവ് സ്പോർട്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ധീരജ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻ ബഗാൻ്റെ താരത്തിനായിട്ട് മൾട്ടിപ്പിൾ ക്ലബ്സ് രംഗത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മോഹൻ ബഗാനുമായിട്ട് ഒരു വർഷത്തെ മാത്രം കോൺട്രാക്റ്റിലാണ് ഈ ഒരു ഗോൾ കീപ്പർ സൈൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ISL ആകപ്പാട് ഒരു മാച്ച് കിട്ടി, പിന്നെ സൂപ്പർ കപ്പിൽ ആണ് അദ്ദേഹം ആകെ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബെഞ്ചിലിരുന്ന് പോകേണ്ട ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് മാത്രം പോകേണ്ട ഒരു പ്ലെയർ അല്ല. നമുക്കറിയാം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള അണ്ടർ-17 വേൾഡ് കപ്പ് ഇന്ത്യക്കൊപ്പം കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ AFC ചാമ്പ്യൻസ് ലീഗിലെ ടീം ഓഫ് ദി സീസൺ വരെ ഇടം പിടിച്ചിട്ടുള്ള പറഞ്ഞല്ലോ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തിനായിട്ട് ISL ക്ലബ്സ് മാത്രമല്ല മറ്റേ ചില ഏഷ്യൻ ക്ലബ്സുകൾ വരെ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റേസ്പേഴ്സിൻ്റെയൊക്കെ റിപ്പോർട്ട്. അതുപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ക്ലബ്ബ് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് പറയേണ്ടത്. അതുപോലെ ഫറൂഖ് ചൗധരിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ആശിഷ് നെഗിയുടെയൊക്കെ സൈഡിൽ നിന്ന് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആയിട്ട് ഡിഫറെൻറ്റ് ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നുള്ളതാണ്. ചെന്നൈ FC അദ്ദേഹത്തെ സെല്ല് ചെയ്യാൻ റെഡിയാണ്. ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കഴിഞ്ഞാൽ ഏത് ടീമിന് വേണമെങ്കിലും സ്വന്തമാക്കാം. ഓൾറെഡി ചെന്നൈ FC ആയിട്ട് കോൺട്രാക്റ്റിലായിട്ടുള്ളൊരു താരമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിലും ഫറൂഖ് ചൗധരി ചെന്നൈയിൻ വിടണമെന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യേണ്ട രീതിയിലൊന്നുമല്ല, അങ്ങനത്തെ പൊസിഷൻസിലൊന്നും അല്ല ഈ ഒരു ഓവൻ ഗോയലോ അല്ലെങ്കിൽ ചെന്നൈ FC താരത്തെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു SS ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഫോർവേഡ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കേണ്ട താരത്തെ പലപ്പോഴും ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടോ അല്ലെങ്കിൽ വേറെ വിയേർഡായിട്ടുള്ള റോൾസിലൊക്കെയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കളിക്കാൻ കഴിയുന്ന ഒരു പൊസിഷനുള്ളൊരു ടീം ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രണ്ട് വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇപ്പോൾ പുൽഗ വിദാൽ പഞ്ചാബ് FC വിടും എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണെങ്കിലും ആശിഷ് നെഗിയുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം ഇന്ത്യയിൽ തന്നെ തുടരില്ല. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ഇന്തോനേഷ്യയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അതായത് ഇന്തോനേഷ്യൻ ലീഗിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. 30 വയസ്സുകാരനായിട്ടുള്ള താരം ഈ സീസണിൽ 7 ഗോളും 3 അസിസ്റ്റുമായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിൽക്കാൻ അദ്ദേഹത്തിന് ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവാൻ മിലഡോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ഉണ്ടായിരുന്നു, സെർബിയൻ താരമാണ്. അദ്ദേഹം ഈസ്റ്റ് ബംഗാളുമായിട്ടൊരു അഡ്വാൻസ്ഡ് ടോക്കിലാണ് എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ ഒരു കാര്യം കൊളാപ്സ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നിലവിൽ അദ്ദേഹം കളിക്കുന്നത് കസാക്കിസ്ഥാൻ ലീഗിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് റെഡിയല്ല അദ്ദേഹത്തെ ഇപ്പം ഈ ഒരു സമയത്ത് കൊടുക്കുക. കാരണം ഡിസംബറിലാണ് കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ താരത്തെ വിട്ടുകൊടുക്കാൻ ഈ പറയുന്ന ക്ലബ്ബ് റെഡി അല്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു ഡീല് കൊളാപ്സ് ആയിട്ട് പോകുന്നത്. മറ്റ് ഓപ്ഷൻസ് ഒക്കെ നോക്കുന്നുണ്ട്, ഏതൊരു പലസ്തീൻ പ്ലെയറുടെയൊക്കെ നെയിംസൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ള തരത്തിലൊന്നും ആ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാത്തത്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വിഷയങ്ങളിലൊക്കെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ കണക്ഷൻ ചെയ്യുക.